ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോ എന്താണെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. കണ്ടിഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീട്ടിൽ നിന്ന് ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് രാവിലെ തന്നെ ഋഷിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടാ. തലേന്ന് പെരുന്നാളാണല്ലോ, നമ്മൾ ഇവിടെയാണ് എൻ്റെ വീട്ടിലാണ് നിന്നിന്. പിന്നെയാണെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ ബ്രദറും തിരിച്ച് പോയിട്ടാ. ഓൻ അബുദാബിയിലാണ്. അപ്പോൾ രാവിലെ ഒരു 7 മണി ആ ഒരു ടൈമിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് നമ്മൾ തലേന്ന് വീട്ടിൽ തന്നെയാണ് നിന്നതിന്. അങ്ങനെ ഋഷിൻ്റെ വീട്ടിലേക്ക് പോയി. ഇതെല്ലാം പിന്നെ തലേന്ന് രാത്രി വാങ്ങി വെച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബേക്കറി ഐറ്റംസാണ്. പിന്നെ ഞാൻ ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് ബാഗിൽ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചക്കാണ് കേട്ടോ പോകുന്നത്. ഒരു 3:30-4 മണി ആ ഒരു ടൈമിലാണ് പോകുന്നത്. പിന്നെ ട്രോളിയിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെക്കലാണ്. ബീഫുണ്ട്, കുറച്ച് കടിയായിട്ട് ഉന്നക്കായ, പപ്സ് എല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഉപ്പ ദുബൈയിലാണല്ലോ, അപ്പോൾ ഉപ്പാൻ്റെയും കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട്. എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ഒരു ചെറിയ വ്ളോഗാണ്, അത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോ എടുക്കാനുള്ള വലിയ മൂഡൊന്നുമില്ല, ചെറിയ ചെറിയ ക്ലിപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇത് ഉച്ചയ്ക്ക് ശേഷമുള്ളതാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരാനുണ്ട്. അപ്പോൾ അവരും കുറച്ച് ഫുഡെല്ലാം എടുത്തിട്ടാണ് വരുന്നത്. അങ്ങനെ കുറച്ച് ലഗേജ് കൂടുതലേനു കേട്ടോ, എന്നാലും അൽഹംദുലില്ലാ എല്ലാം സെറ്റായിട്ടുണ്ടേനു. പിന്നെ കറക്റ്റ് ഒരു 4 മണി ടൈം ആയിരുന്നു തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഋഷിക്ക് ഒരു 6:45 6:50 ഫ്ലൈറ്റ്. പിന്നെ ഋഷി പോയി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചവിടെ വീട്ടിലേക്ക് പോകില്ല കേട്ടാ. എൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാന്ന് ചെയ്യുക. എന്നെക്കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റൂല. ഇതുവരെ ഞാനവിടെ നിന്നിട്ടില്ല. അങ്ങനെ പോയ അന്ന് ഞാൻ നിന്നിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് വരും, എന്നാലും അന്ന് എനിക്ക് നിൽക്കാൻ പറ്റൂല കേട്ടാ. അങ്ങനെയെല്ലാം ആയതുകൊണ്ട് ഉമ്മയും സിസ്റ്ററും എല്ലാവരും ഇവിടെ എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ടേനു. എനിക്ക് ഇവരപ്പുറം തന്നെ തിരിച്ച് പോവാലോ, പിന്നെ വീട്ടിലേക്ക് പോകണ്ടാലോ എന്ന് വിചാരിച്ച്. പിന്നെ അമ്മക്ക് സ്കൂളെല്ലാം തുടങ്ങിയതല്ലേ, അന്ന് സ്കൂളില്ലേനു കേട്ടോ, അന്ന് ലീവേനു. ഫസ്റ്റ് ടൈം ആണ് നാട്ടിൽ വന്നിട്ട് 2 മാസത്തിൽ കൂടുതൽ നിൽക്കുന്നത്. മാഷാ അല്ലാ 2.5 മാസം നിന്നതേനു. പക്ഷെ 2.5 മാസം എത്ര പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഉണ്ടേനു. ഹംദൻ്റെ സ്കൂള് ഓപ്പൺ ആകാൻ വേണ്ടി വെയിറ്റ് ആക്കി നിന്നിട്ടാണ് ഇത്ര ലേറ്റ് ആയി. പിന്നെ ഏതായാലും പെരുന്നാളും കൂടിയിട്ട് പോവാന്ന് പറഞ്ഞിട്ടാണ് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം തന്നെ ടിക്കറ്റ് എടുത്തിന്. ഞാനിത് വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. എടുത്ത വീഡിയോ ആണെങ്കിൽ അത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കി എൻ്റെ ബ്രദറിൻ്റെ വൈഫ് റുഫൈസ് വീഡിയോ എടുത്തുകൊണ്ടാണ് ഞാൻ ഏതായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിനി. പോകുമ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടാവില്ലേ. മാക്സിമം ഞാൻ ഹംദ കരയുമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു കേട്ടോ. പക്ഷെ ഓക്ക് അന്നേരം എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. ഓളെന്തെല്ലോ പറയുന്നുണ്ട്. മുട്ടായി കൊണ്ടുവരണം, കളിസാധനം കൊണ്ടുവരണം, അത് കൊണ്ടുവരണം, ബാപ്പ വേഗം വരണം, ഞാൻ ബാപ്പാൻ്റെ അടുത്ത് വരുമോ, എന്തെല്ലോ എല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ വരുമോയെന്ന് കഴിഞ്ഞ തവണ പോകുമ്പോൾ ഞാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ടേനു. പക്ഷെ ഇപ്രാവശ്യം വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ല. തിരിച്ച് പോകേണ്ട ഓർക്കുമ്പില്ലേ നാട്ടിൽ വരണ്ടേനോന്ന് തോന്നിപ്പോവും. കാര്യം കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ ഓക്കെ ആവും. അതുമായിട്ട് അങ്ങ് സെറ്റായി പോകുമ്പോൾ എല്ലാം റെഡിയായി വരുമ്പോഴേക്ക് നാട്ടിൽ വന്ന് വരുന്നത് നിൽക്കുമ്പോൾ തന്നെ നല്ല ഹാപ്പിയാണ് എല്ലാവർക്കും. നാട്ടിൽ വന്ന് പിന്നെ 1-2 മാസം ഒന്നിച്ച് നിന്ന് വീണ്ടും പോകുമ്പില്ലേ, അതൊരു എന്താ പറയുക, വല്ലാത്തൊരു ഫീൽ തന്നെയാണ്.
പോകുന്നതിന് മുമ്പില്ലേ ഞാൻ വിചാരിച്ചിട്ടുണ്ടേനു ഫ്ലൈറ്റ് ക്യാൻസലായി പോയിനെങ്കിൽ അല്ലെങ്കിൽ നല്ല ഡിലേ വന്നിനെങ്കിൽ എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമില്ല, എന്തായാലും തിരിച്ചു പോവും. അത് പിന്നെ എപ്പോൾ ആയാലും നമ്മൾ ജയിച്ചേ പറ്റൂ. പിന്നെ അകത്ത് കയറി ബോർഡിംഗ് പാസ്സെല്ലാം കിട്ടിയിട്ടാണ് നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുള്ളൂ. അതെപ്പായാലും അങ്ങനെയാണ്. വേഗം തന്നെ തിരിച്ചു പോകില്ല കേട്ടോ. ഞങ്ങളിവിടെ ഇറക്കിയിട്ട് ഋഷിൻ്റെ ഉപ്പ പോയിട്ടുണ്ടേനു. ഞാനേതായാലും ഉമ്മാൻ്റെ കൂടെ അങ്ങ് പോക്കല്ലേ, ഏതായാലും കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് പോവാന്ന് വിചാരിച്ച്. ഉമ്മാ മടിയേ ബാപ്പ് ഇങ്ങോട്ട്. ഞങ്ങളിങ്ങനെ പുറത്തിരിക്കുമ്പോൾ പിന്നെ ഹംദക്ക് പാപ്പാനെ കാണണമെന്ന് പറഞ്ഞത്. ജസ്റ്റ് ഇങ്ങനെ ദൂരെയൊന്ന് കാണിച്ചു കൊടുത്തിട്ട് അടുത്തുനിന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഓളിങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ആക്കി വെക്കലാന്ന് കേട്ടാ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഏതായാലും ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് പോവാന്ന് വിചാരിച്ചു തന്നെയല്ലേ. അങ്ങനെ ഋഷി വിളിച്ചിട്ട് പറയുന്നേ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആന്നേ, ഒരു 1.5 മണിക്കൂറോളം, 7 മണി 7 ആകുമ്പോൾ ഇവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വേരും. കറക്റ്റ് ഇവരോട് ചോദിച്ചു നോക്കട്ടെ എന്നിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത്. അങ്ങനെ കട്ട് ചെയ്തില്ലേ, കുറച്ച് സന്തോഷമായി കേട്ടാ. ഞാൻ ആദ്യമേ വിചാരിച്ചിരുന്നു കുറച്ച് ഫ്ലൈറ്റ് ക്യാൻസൽ ആയെങ്കിലോ ഡിലേ ആയി പോയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടില്ലേ, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടേനു. അങ്ങനെ പുറത്തിറങ്ങി വരുമ്പോൾ നാട്ടിലേക്ക് വരുന്ന ഒരു ഫീൽ ഉണ്ടാവില്ലേ, അതേനു കേട്ടോ. കുറച്ച് സന്തോഷമായി എല്ലാവർക്കും. അങ്ങനെ ഏതായാലും വീട്ടിൽ പോയി ചായ എല്ലാം കുടിച്ചിട്ട് ഇനി വന്നാൽ മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ഹാപ്പി ആയിനേനു കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ റഷ്യ അവിടെ നമ്പറെല്ലാം കൊടുത്തിട്ടാണ് വന്നേന്. അവിടെ ചോദിച്ചപ്പോൾ 1.5 മണിക്കൂറോളം ഫ്ലൈറ്റ് ഡിലേ ഉണ്ട് എന്നാണ് പറഞ്ഞത്. കൂടുതലുണ്ടെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞ് നമ്പർ വാങ്ങിന്. അത് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യ ഓഫീസിലേക്ക് പോയിനേനു. അവിടുന്നും അങ്ങനെ പറഞ്ഞേട്ടാ, 1.5 മണിക്കൂർ എന്തായാലും ഡിലേ ഉണ്ട്, അതിൽ കൂടുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെയും നമ്പറെല്ലാം കൊടുത്തിട്ടാണ് വന്നിന്. അങ്ങനെ എൻ്റെ ഫാമിലി എല്ലാം തിരിച്ച് പോയി. വീട്ടിലേക്ക് പോയിട്ടില്ല, അവർ ഉമ്മാൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോയി. എന്താന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് അറിയിക്കുക, നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെ അങ്ങനെ പോയി. പിന്നെ ഉപ്പാന തിരിച്ച് വിളിച്ച്, ഉപ്പ വീട്ടിലെത്തിയിട്ടില്ലേനും പേതിക്ക് എത്തിയാൽ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞേ നമുക്കിനി 7 ആകുമ്പോൾ ഇവിടെ വന്നാൽ മതി, ഫ്ലൈറ്റ് ഡിലേ ആന്ന് പറഞ്ഞിട്ട് ഉപ്പ തിരിച്ചു വന്നേ. ഏതായാലും വീട്ടിൽ പോയിട്ട് ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോക്കാന്നേ. അങ്ങനെ പിന്നെ വീട്ടിലെത്താറായ ആ ഒരു ടൈമിലില്ലേ, എയർപോർട്ടിൽ നിന്ന് വീണ്ടും കോൾ വരുന്നേ. അവർ വിളിച്ചിട്ട് പറയുന്നേ നിങ്ങൾ ഫ്ലൈറ്റ് കറക്റ്റ് ടൈമിന് തന്നെയാണ്, നിങ്ങൾ പെട്ടെന്ന് ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ വേഗം തന്നെ അവിടുന്ന് വണ്ടി തിരിച്ച് എയർപോർട്ടിലേക്ക് വരുത്തും ഇറങ്ങലും പോക്കും എല്ലാം ഒന്നിച്ചേനു കേട്ടാ. ഉള്ളതിൻ്റെ അപ്പുറം ടെൻഷനായ ഓലേനു. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം ഋഷിൻ്റെ വരവും പോക്കും എല്ലാം ഇങ്ങനെയാണ് കേട്ടാ. വരുമ്പം തന്നെ ഹൈദരാബാദ് വഴി പിന്നെ കൊച്ചി വന്ന് കൊച്ചിയിൽ നിന്ന് ടാക്സിയെല്ലാം പിടിച്ചിട്ടാണ് നാട്ടിൽ വന്നതിന്. അറിയാമല്ലോ, നിങ്ങൾ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടേനു.
തിരിച്ചു പോക്കും അതുപോലെ തന്നെയായി. ഇപ്പം അൽഹംദുലില്ലാ അവിടെ സേഫായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വ്ളോഗിൽ കാണാം. അപ്പോൾ താങ്ക് യു, ബൈ.